ഇവിടെ വിദ്യാർത്ഥികളെ ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് റിസൾട്ടുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതിനെ ചെയ്യാനുള്ള ഇൻ്റഗ്രേഷൻ്റെ പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ വരുന്നത്. പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ ആദ്യം കുറേ റിസൾട്ട് പഠിച്ചപ്പെട്ട ഒരു റിസൾട്ടാണ് ഇൻ്റഗ്രൽ എക്സ് റേസ്ഡ് എൻ ഡി എക്സ് ഇസിക്കൽ എക്സ് റേസ്ഡ് എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. എക്സ് റേസ്ഡ് എന്നിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ്ഡ് എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലത്തിൽ നമ്മൾ തുടങ്ങാം. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യണം. ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുകയും പഠിക്കുകയും ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. Integral of x raised 4 dx. Integral of x raised 4 dx is equal നമ്മുടെ ഫോർമുല പ്രകാരം x raised n-ന്റെ x raised n plus 1 divided by n plus 1 plus c. അപ്പോൾ x raised 4-ന്റെ x raised 4 plus 1 divided by 4 plus 1 plus c എന്നുണ്ടാവും. is equal to x raised to 5 divided by 5 plus x raised to 5 divided by 5 plus c. ഒന്നുകൂടി x raised n-ന്റെ റിസൾട്ട് x raised n plus 1 divided by n plus 1 plus c എന്നാണ്. ഇപ്പോൾ x raised 4-ൻ്റെ ആണെങ്കിൽ എന്താ വരിക? x raised 4 plus 1 divided by 4 plus 1 plus c. ഇത് ഫസ്റ്റ് പ്രോബ്ലം ആണെങ്കിൽ 4 plus 1 by 4 plus 1 ഇതാണ്. ഇനി അങ്ങോട്ട് നമ്മൾ എന്താ ചെയ്യൂല, നേരിട്ട് എക്സ് റേസ്ഡ് 5 ഡിവൈഡ് ബൈ 5 പ്ലസ് സി എന്നാണ് നമ്മൾ എഴുതുക. ക്ലിയർ ആയി ഉണ്ടാകുക ചെയ്യുക. എക്സ് റേസ്ഡ് എന്നിൻ്റെ എക്സ് റേസ്ഡ് n plus 1 ഡിവൈഡ് ബൈ n plus 1 പ്ലസ് സി. അപ്പോൾ എക്സ് റേസ്ഡ് 4-ൻ്റെ എക്സ് റേസ്ഡ് 4 plus 1 ഒന്ന് കൂട്ടുക. എക്സ് റേസ്ഡ് 4 plus 1 ഡിവൈഡ് ബൈ 4 plus 1 പ്ലസ് സി. അതായത് എക്സ് റേസ്ഡ് 5 ഡിവൈഡ് ബൈ 5 പ്ലസ് സി. ക്ലിയർ അല്ലേ? നമ്മൾ അടുത്ത പ്രോബ്ലത്തിൽ വരികയാണ്. രണ്ടാമത്തെ പ്രോബ്ലം ഇൻ്റഗ്രൽ ഓഫ് 5x dx. ഇൻ്റഗ്രൽ ഓഫ് 5x dx. 5 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കുക. നമുക്കറിയാം 5 പുറത്തെടുക്കുക. ഇപ്പോൾ 5-ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്, 5-ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ഈക്വൽ 5 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ്ഡ് 1 ആണ്. ഇതിൻ്റെ ആവശ്യമില്ല, നമ്മൾ തുടക്കത്തിലാണ് നമ്മളങ്ങനെ പറയാണ്. ഈക്വൽ 5 ഇൻറ്റു എക്സ് റേസ്ഡ് 1-ൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ്ഡ് 2/2 എന്നുണ്ടാവും. 1 plus 1 എന്ന് പറഞ്ഞാൽ 2. ഇതിനെ കൊണ്ട് ഒന്ന് കൂട്ടുക, ഒന്നിനോട് ഒന്ന് കൂട്ടുക. അപ്പോൾ എക്സ് റേസ്ഡ് 2 ഡിവൈഡ് ബൈ 2. നേരത്തെ എക്സ് റേസ്ഡ് 4 നമ്മൾ എഴുതിയില്ല. എക്സ് റേസ്ഡ് 4-ൻ്റെ എക്സ് റേസ്ഡ് 5 ഡിവൈഡ് ബൈ 5 എന്ന് എഴുതിയ മാറി എക്സ് റേസ്ഡ് 1-ൻ്റെ എക്സ് റേസ്ഡ് 2 ഡിവൈഡ് ബൈ 2. ഇതാണ് ആൻസർ. ഇപ്പോൾ 5-ൻ്റെ x square by 2 എന്നാണ് ആൻസർ, അല്ലെങ്കിൽ 5x square by 2 പ്ലസ് സി. അതാണ് ആൻസർ. എന്നിട്ട് നോക്കാം. ഇൻ്റഗ്രൽ 5 dx ക്വസ്റ്റ്യൻ. 5 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കുക. അപ്പോൾ 5-ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്. എക്സിനെ വേണമെങ്കിൽ എക്സ് റേസ്ഡ് 1 എന്ന് എഴുതാം, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എക്സ് റേസ്ഡ് 1 എന്ന് എഴുതാം ഡി എക്സ്. എക്സ് റേസ്ഡ് 1-ൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ്ഡ് 2 ഡിവൈഡ് ബൈ 2. അത് നമുക്കറിയാം. കാരണം എക്സ് റേസ്ഡ് n-ൻ്റെ n plus 1 by n plus 1 ആണ്. അപ്പോൾ എക്സ് റേസ്ഡ് 1-ൻ്റെ എക്സ് റേസ്ഡ് 2 ഒന്ന് കൂട്ടുക. എക്സ് റേസ്ഡ് 2 ഡിവൈഡ് ബൈ 2 പ്ലസ് സി. അതാണെങ്കിൽ 5x square by 2 പ്ലസ് സി എന്ന് എഴുതാം. അത് ക്ലിയർ ആയി ഉണ്ടാവും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 3 dx. ഇൻ്റഗ്രൽ 3 dx. 3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. 3 നമുക്ക് പുറത്തെടുക്കുക.
അപ്പം 3 ഇൻറ്റു ഇൻറ്റഗ്രൽ 1 എന്നേ ഉണ്ടാവും. ഇൻറ്റഗ്രൽ 1 ഡി എക്സ് 3 കുറച്ചാൽ പിന്നെ അവിടെ 1 ഉള്ളൂ. 1ൻ്റെ ഇൻറ്റഗ്രൽ എക്സ് ആണ് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. 1ൻ്റെ ഇൻറ്റഗ്രൽ എക്സ്, കാരണം എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1, അപ്പോൾ 1ൻ്റെ ഇൻറ്റഗ്രൽ എക്സ്. അപ്പോൾ 3 ഇൻറ്റു എക്സ് പ്ലസ് സി 3x പ്ലസ് സി ഉണ്ടാവും. ഇപ്പോൾ ഇൻറ്റഗ്രൽ 3 എന്ന് പറഞ്ഞാൽ 3x പ്ലസ് സി, ഇൻറ്റഗ്രൽ 5 ആണ് 5x പ്ലസ് സി, ഇൻറ്റഗ്രൽ 10 ആണെങ്കിൽ 10x പ്ലസ് സി എന്നുണ്ടാവും. അപ്പോൾ ഇൻറ്റഗ്രൽ 3 എന്നാണ്. ഇതൊക്കെ ചെയ്യുന്ന ശേഷം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്, ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇൻറ്റഗ്രൽ 3 ഡി എക്സ് 3 പുറത്തെടുക്കുക. അപ്പോൾ 3 ഇൻറ്റഗ്രൽ 1 ഉണ്ടാവും. ഇൻറ്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അപ്പോൾ 3x എന്നായി. അങ്ങനെയാണ് 3x പ്ലസ് സി വരുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് വരാം. integral of integral of 4x square plus 2x plus 3 എന്നൊരു പോളിനോമിയലാണ്. integral of 4x square plus 2x plus 3 നമുക്കതിൻ്റെ ഇൻറ്റഗ്രൽ ഓരോന്നും പ്രോബ്ലം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഇൻറ്റഗ്രൽ ഓരോന്നിനാക്കും. integral of 4x square, integral of 2x, integral of 3 dx, integral of 4x square dx plus integral of 2x dx plus integral of 3 dx. integral ഓരോന്നിനാണ്. കോൺസ്റ്റന്റ് പുറത്തെടുക്കുക. 4 into integral x square dx (2 into integral x dx) 3 into integral 1 dx. new step കൂടി ഉള്ളൂ. സ്റ്റെപ്പ് കൂടി ഇല്ലേ? 4 into x square integral x cube by 3 ഇവിടെ എഴുതാം. integral of 4 into integral of x square dx, 2 into integral x dx, 3 into integral 1 dx. ഇനി ഇവിടെ 4 into x square integral x cube by 3, 2 into x integral x square by 2, 3 into integral 1 എന്ന് പറഞ്ഞാൽ x 3x plus c. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. ഇൻറ്റഗ്രൽ ഓഫ് 4x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3. ഇൻറ്റഗ്രൽ ഓരോന്നാക്കുമ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് 4x സ്ക്വയർ ഡി എക്സ്, ഇൻറ്റഗ്രൽ ഓഫ് 2x ഡി എക്സ്, ഇൻറ്റഗ്രൽ ഓഫ് 3 ഡി എക്സ്. ഇൻറ്റഗ്രൽ ഓരോന്നാക്കാം. എന്നിട്ട് കോൺസ്റ്റന്റ് പുറത്തെടുക്കുക. അപ്പോൾ 4 ഇൻറ്റു ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ്, 2 ഇൻറ്റു ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ്, 3 into integral 1 dx. ഇതിപ്പോൾ ഇവിടെ തന്നെ സ്റ്റെപ്പ് ഏത് സമയത്ത് ഇങ്ങനെ ചെയ്യട്ടോ. ഇങ്ങനെ എഴുതിക്കൊണ്ട് ആക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നേരിട്ട് തന്നെ 4 into integral x square dx, 2 into integral x dx, 3 into integral 1 dx എന്ന് എഴുതാം. സീക്കല്ലോ 4 into x square integral x cube by 3, 2 into x integral x square by 2, 3 into integral 1 എന്ന് പറഞ്ഞാൽ x പ്ലസ് ഇത്ര എഴുതിയാൽ മതി. വേണമെങ്കിൽ 2 into കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്താൽ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്താൽ 4x cube by 3 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് c. അപ്പോൾ അത്രയേ ഉള്ളൂ. 4 into x square by x cube by 3,
2 ഇൻറ്റു എക്സിൻ്റെ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 3 ഇൻറ്റു 1ൻ്റെ ഇൻറ്റഗ്രൽ എക്സ്. അത്ര എഴുതിയാൽ ആൻസറായി. അപ്പോൾ നമ്മൾ ആ ഫോർമുല ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. എക്സ് റേസ് ടു എന്നിൻ്റെ റിസൾട്ടാണ് എക്സ് റേസ് ടു n പ്ലസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് 1. ആ റിസൾട്ട് മാത്രമേ ഇപ്പോൾ ഉപയോഗിച്ചുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇൻ്റഗ്രൽ ഓഫ് 5 e raised to x dx. 5 കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ആയ 5 നമുക്ക് പുറത്തെടുക്കാം. പിന്നെ e raised to xൻ്റെ ഇൻ്റഗ്രൽ e raised to x തന്നെ. പിന്നെ ഒരു cm. ഇതാണ് ആൻസർ. അപ്പോൾ 5 e raised to x പ്ലസ് c എന്നാണ് ആൻസർ. ഒന്നുകൂടി ക്വസ്റ്റ്യൻ 5 e raised to x dx. 5 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കുക. അപ്പോൾ 5 പുറത്തെടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 1 dx ഉണ്ടാവും. അല്ല, ഇൻ്റഗ്രൽ e raised to x dx ഉണ്ടാവും. 5 പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ e raised to x dx. e raised to xൻ്റെ ഇൻ്റഗ്രൽ e raised to x തന്നെ. അപ്പോൾ 5 e raised to x പ്ലസ് c. ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ക്വസ്റ്റ്യൻ നമ്പർ 6. Integral of x square plus x square plus 3 e raised to x minus 1 by x. Integral of x square plus 3 e raised to x minus 1 by x dx. അപ്പോൾ ഇൻ്റഗ്രൽ ഓരോന്നാക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ, പിന്നെ ഇൻ്റഗ്രൽ 3 e raised to x. 3 കോൺസ്റ്റൻ്റ് കൂടെ പുറത്തെടുക്കുക. ഇൻ്റഗ്രൽ ഓരോന്ന് ആക്കുന്ന കൂടെ തന്നെ കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അത് കൂടെ പുറത്തെടുക്കുക. അവിടെ അപ്പോൾ 3 ഇൻറ്റു e raised to x മൈനസ് ഇൻ്റഗ്രൽ 1 by x dx. ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ പ്ലസ് 3 e raised to x മൈനസ് 1 by x dx. ഇൻ്റഗ്രൽ സെപ്പറേറ്റ് ഓരോന്നും ഇതിനെ ഇൻ്റഗ്രൽ ആക്കുക, ഇതിനെടുക്കുക. ഓരോന്നിനും ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇവിടെ എടുക്കുമ്പോൾ 3 കോൺസ്റ്റൻ്റ് ഉള്ളതുകൊണ്ട് 3 പുറത്തെടുക്കുക. 3 ഇൻറ്റു ഇൻ്റഗ്രൽ e raised to x. 3 ഇൻറ്റു ഇൻ്റഗ്രൽ e raised to x dx മൈനസ് ഇവിടെ മൈനസ് ആണ്. പിന്നെ 1 by xൻ്റെ ഇൻ്റഗ്രൽ 1 by x dx. അപ്പം അങ്ങനെ ഇൻ്റഗ്രൽ ഓരോന്നാക്കുക. അതിൻ്റെ കൂടെ കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കുക. കൂടെ ചെയ്താൽ മതി. ഇനി എക്സ് സ്ക്വയറിന് ഇൻ്റഗ്രൽ x ക്യൂബ് ബൈ 3 എന്നാണ് നമുക്കറിയാം. 2 കൂട്ടിയ 3, അങ്ങനെയാണ് 2 കൂട്ടിയ 3, അങ്ങനെ x ക്യൂബ് ബൈ 3. 3 ഇൻറ്റു e raised to xൻ്റെ ഇൻ്റഗ്രൽ e raised to x ആണ് നമുക്കറിയാം. 1 by xൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് x ആണെന്നും അറിയാം. അതാണ് ആൻസർ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ x ക്യൂബ് ബൈ 3 പ്ലസ് 3 ഇൻറ്റു e raised to xൻ്റെ ഇൻ്റഗ്രൽ e raised to x മൈനസ് 1 by xൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് x. ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇൻ്റഗ്രൽ ഓരോന്നാക്കുക. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ x ക്യൂബ് ബൈ 3, e raised to xൻ്റെ ഇൻ്റഗ്രൽ e raised to x, 1 by xൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് x. അപ്പോൾ നമ്മൾ ഫോർമുല എങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ വന്നു കൊടുക്കുകയാണ്. റിസൾട്ടുകൾ നമ്മൾ ഇന്നലെ എഴുതിയ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയ റിസൾട്ടുകൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7. sin x plus cos x. ഇൻ്റഗ്രൽ ഓരോന്നാക്കുമ്പോൾ ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് ഇൻ്റഗ്രൽ കോസ് എക്സ് ഉണ്ടാവും.
ഇങ്ങനെ എഴുതണമെന്നില്ല, നേരിട്ട് തന്നെ നമ്മൾ ഇത് എഴുതും. നമുക്കറിയാം ഇനി സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ആണ്. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ്, കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ്. ഇങ്ങനെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് എഴുതിയാൽ മതി. ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. തുടക്കത്തിലാകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യാം. ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് ഇൻ്റഗ്രൽ കോസ് എക്സ്, പിന്നെ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ആണെന്ന് അറിയാം, കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണെന്ന് അറിയാം. അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ റിസൾട്ട് ഇങ്ങനെ ഉപയോഗിച്ച് വരികയാണ്. ഓരോ റിസൾട്ട് അപ്ലൈ ചെയ്ത് വരികയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. cosec x into cosec x into cosec x plus cot x dx. ഒന്ന് ബ്രാക്കറ്റ് മാറ്റും. നമ്മൾ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എന്താ വരിക? കൊസീക്കും ഗുണിച്ചാൽ കൊസീക്ക് സ്ക്വയർ അല്ലേ വരിക. പിന്നെ കൊസീക്കും കോട്ടെക്സും കൂടെ ഗുണിക്കുക. അങ്ങനെ ഒന്ന് ബ്രാക്കറ്റ് ഒന്ന് മാറ്റുക. കൊസീക്കും ഗുണിച്ചാൽ കൊസീക്ക് സ്ക്വയർ എക്സ്, പിന്നെ കൊസീക്കും കോട്ടെക്സും ഗുണിച്ചാലല്ലോ ബ്രാക്കറ്റ് മാറ്റുക. കൊസീക്ക് സ്ക്വയർ എക്സ് പ്ലസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് ടി എക്സ് എന്നായി. കൊസീക്ക് സ്ക്വയറിന് ഇൻ്റഗ്രൽ ഉണ്ട്. വേണമെങ്കിൽ ഇൻ്റഗ്രൽ ഓരോന്നാക്കട്ടോ, അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഓരോന്നാക്കാനൊന്നും പോകുന്നില്ല. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൂടെ ഇൻ്റഗ്രേറ്റ് അങ്ങ് പോകാൻ പോകും. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്യാം. ഇൻ്റഗ്രൽ ഓരോന്നാക്കും. ഇനി അങ്ങോട്ട് അങ്ങനെ ഓരോന്നാക്കുന്ന സ്റ്റെപ്പ് എന്നെ ചെയ്തില്ല, ഇതോടെ മാത്രമേ ചെയ്യുന്നുള്ളൂ. കൊസീക്ക് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോട്ടെക്സ് എന്നാണ്. കൊസീക്ക് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോട്ടെക്സ്. കൊസീക്ക് എക്സ് കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കൊസീക്ക് എക്സ്. ഇതാണ് ആൻസർ. ഒരു മൈനസ് കോട്ടെക്സും പിന്നെ ഒരു മൈനസ് കൊസീക്ക് എക്സും പ്ലസ് സിയും. അപ്പോൾ ഇൻ്റഗ്രൽ അറിയുന്ന രൂപത്തിലേക്ക് വരും. ഇൻ്റഗ്രൽ അറിയുന്ന ഒരു ഫോമിൽ നമ്മളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് കുറേ ഫോമിൽ പഠിച്ചിട്ടുണ്ട്, റിസൾട്ട് കുറേ പഠിച്ചില്ല. ആ റിസൾട്ടിലേക്ക് വരണം, എന്നിട്ട് ആണ് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇവിടെ കൊസീക്ക് സ്ക്വയർ വന്ന് കൊസീക്ക് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോട്ടെക്സ് ആണ് നമുക്കറിയാം. പിന്നെ ഒരു കൊസീക്ക് എക്സ് കോട്ടെക്സ് വന്ന് കൊസീക്ക് എക്സ് കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കൊസീക്ക് എക്സ് ആണ് നമുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ റിസൾട്ട് അറിയുന്നതിലേക്ക് ഇങ്ങനെ വരും. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക, ബ്രാക്കറ്റ് മാറ്റുമ്പോൾ അറിയാവുന്ന റിസൾട്ടിലേക്ക് വരും, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പം ബ്രാക്കറ്റ് മാറ്റുമ്പോൾ കൊസീക്ക് സ്ക്വയർ എക്സും കൊസീക്ക് എക്സ് കോട്ടെക്സും വന്ന് കൊസീക്ക് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോട്ടെക്സ്, കൊസീക്ക് എക്സ് കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കൊസീക്ക് എക്സ് പ്ലസ് സി. ഇപ്പം നമ്മൾ ഏകദേശം മനസ്സിലായിട്ട് ഏകദേശം ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 9. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. വൺ ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്. വൺ ബൈ കോസ് സ്ക്വയർ എക്സ്. ഇവിടെ ഞാൻ സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സിന് 1 ബൈ കോസ് ഇൻറ്റു സൈൻ ബൈ കോസ് എഴുതിയില്ലേ. അപ്പോൾ സൈൻ 1 സൈൻ സൈൻ, കോസിന് കോസ് കോസ് സ്ക്വയർ കറക്റ്റാണ്. 1 ബൈ കോസ് സ്ക്വയറിന് ഞാൻ സീക്ക് സ്ക്വയർ എന്ന് എഴുതി. 1 ബൈ കോസിന് സീക്ക് എന്ന് എഴുതി. സീക്കസ് ടാൻ എക്സ്.
ഇപ്പോൾ ഇൻ്റഗ്രേഷൻ അറിയാവുന്ന ഒരു ഫോമിലേക്ക് വന്ന് സീക്ക് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടാൻ എക്സ് എന്നാണ്. സീക്ക് എക്സ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സീക്ക് എക്സ് എന്നാണ്. ആൻസർ ടാൻ എക്സ് മൈനസ് സീക്ക് എക്സ് പ്ലസ് ചെയ്യാവുന്നതോടെ പറയാം. ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം 1/cos square x മൈനസ് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്. 1/cos square x അങ്ങനെ തന്നെ എഴുതി. ഇവിടെ ഞാൻ ഒരു കോസിനൊന്നും കൊണ്ട് മാറ്റിയിട്ട് 1/cos എന്ന് എഴുതി, ഇൻറ്റു സൈൻ ബൈ കോസ് എന്ന് എഴുതി. കറക്റ്റാണെന്ന് നോക്കിയാൽ മനസ്സിലാവും. 1 സൈൻ സൈനും കോസിൻ്റെ കോസ് കോസ് സ്ക്വയറും കറക്റ്റാണ്. അപ്പോൾ 1/cos ഇൻറ്റു സൈൻ ബൈ കോസ്. 1/cos എന്ന് പറഞ്ഞാൽ സീക്കാണ്. അപ്പോൾ 1/cos സ്ക്വയറിന് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1/cos സീക്ക്. സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാനാ നമുക്കറിയാം, ടാൻ. ഇപ്പോൾ സീക്ക് എക്സ് ടാൻ എക്സ് എന്നായി. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ അറിയാവുന്ന ഒരു റൂളിൽ വന്ന് ഇനി ഓരോ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സ്റ്റെപ്പൊന്നും ചെയ്യുന്നില്ല. സീക്ക് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടാൻ എക്സ് മൈനസ് സീക്ക് എക്സ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സീക്ക് എക്സ്. അങ്ങനെ റിസൾട്ട് നോക്കുക നിങ്ങൾ. കാരണം സീക്കിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് എക്സ് ടാൻ എക്സ്. ഇപ്പോൾ സീക്ക് എക്സ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സീക്ക് എക്സ് പ്ലസ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാം. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ നടത്തിയിട്ടുണ്ട്. 1/cos സൈൻ ബൈ കോസ് എഴുതി. എന്നിട്ട് സീക്ക് എക്സ് ടാൻ എക്സിലേക്ക് നമ്മൾ അറിയാവുന്നൊരു റിസൾട്ട് അറിയാവുന്നതിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ അത് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും, പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ തുടങ്ങുകയാണ്, നമ്മൾ ഇൻ്റഗ്രേഷൻ നിങ്ങൾ തുടങ്ങി കൂടി വരുന്നേ ഉള്ളൂ. തുടക്കത്തിൽ തന്നെ പരമാവധി മാക്സിമം നിങ്ങൾ എഴുതി പഠിക്കുക. എത്ര സിമ്പിളാണെന്ന് തോന്നിയാൽ പോലും പരമാവധി എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ.